ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാം. വിശുദ്ധ ബൈബിളിലെ യൂദയുടെ ലേഖനം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ജഡത്താൽ കറ പിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് ഭയത്തോടെ കരുണ കാണിപ്പീൻ. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് എടുക്കുന്നത്, ധ്യാനിക്കുന്നത്, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. തീയിലോട്ട് ഒരു വീടിന് തീ പിടിച്ചു എന്ന് കേട്ടാൽ നമ്മളെല്ലാവരും ഓടും. മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഓടിച്ചെല്ലും. അപ്പം നമുക്ക് പൊള്ളുന്ന കാരണം നമുക്കൊന്നും മേല. അപ്പോൾ അതിനകത്ത് ഒരുവിധം വിവരമുള്ളവൻ മൊബൈൽ എടുത്ത് ഫയർഫോഴ്സിലോട്ട് വിളിക്കും. വേറെ ചിലർ വെള്ളം കിട്ടുന്നിടത്തുനിന്ന് കോരി ഒഴിക്കും. വേറെ ചിലർ വാഴ വെട്ടിക്കൊണ്ടൊന്ന് അടിക്കും. പക്ഷെ ഇതിനിടയിൽ ശരിക്കും തീ പടരാത്ത മൂലയിലൊരു കൊച്ചു നിൽക്കുന്ന കണ്ടാൽ എന്തു ചെയ്യും? അവിടെയാണ് മനുഷ്യത്വത്തിൻ്റെ തനി രൂപം വെളിപ്പെടുന്നത്. എടുത്ത് ചാടി ആ കുഞ്ഞിനെ എടുക്കും അതിൽ നിന്ന്. പക്ഷേ ചിലപ്പോൾ ഈ എടുക്കാൻ പോയവൻ്റെ മുണ്ടേ തീ പിടിക്കും. അവൻ്റെ മുഖം പൊള്ളും, കൈ പൊള്ളും. തീക്ക് യാതൊരു കരുണയില്ലല്ലോ. തീയയ്ക്ക് യാതൊരു കരുണയുമില്ല. അകലെ നിൽക്കുന്ന പോലെ അടുത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ തലമുടിയിലൊക്കെ കയറി അങ്ങ് പിടിച്ചാൽ പിന്നെ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും. പക്ഷേ 90% ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ ക്രൂരത വർദ്ധിച്ചു. നോക്കിയേ, മനുഷ്യത്വത്തിൻ്റെ പ്രത്യേകതയാണ് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആദ്യം ഒരു കാര്യം പറയുന്നത്, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. കാരണം തീക്കകത്ത് നിന്ന് ഒരാളെ എടുക്കാൻ പോയി ഞാനും കൂടെ തീക്കകത്ത് വീണ് ചത്തുപോയാൽ അവനും ഗുണമില്ല, എനിക്ക് ഗുണമില്ല, എൻ്റെ പിള്ളേർക്ക് നഷ്ടമാവും, എൻ്റെ ഭാര്യയ്ക്ക് കഷ്ടമാവും, അല്ലേ? ഇതുവരെ വെള്ളത്തിൽ വീണ ഒരാളെ എടുക്കണമെങ്കിൽ നീന്താൻ അറിയാവുന്ന ആളായിരിക്കണം. ആവേശം കൊണ്ട് ചാടിയാൽ ഞാനും ചാവും, അവനും ചാവും. അപ്പോൾ തന്നെത്താൻ സൂക്ഷിക്കുക, നിങ്ങളെ തന്നെ സൂക്ഷിക്കുവിനെന്ന് 21-ാമത്തെ വാക്യം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. അപ്പോൾ ചില സമയം കൂടുതൽ വേണം ഇത് പറയണമെങ്കിൽ. ഈ തീയിൽ നിന്ന് രക്ഷിക്കുന്ന ജോലി ചെയ്യുന്നത് ആരാന്ന് നിങ്ങൾക്ക് അറിയാവോ? അറിയാമല്ലോ അല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഫയർ ഫോഴ്സ്. അതൊരു ഫോഴ്സാണ്. പിറവത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. രാവിലെ തന്നെ ഇവർ ബൂട്ട് തീക്കകത്ത് കയറിയ പൊള്ളാത്ത ബൂട്ടിട്ട് ഫുൾ ഡ്രസ്സിട്ട് ലോറിക്കകത്ത് വെള്ളമൊക്കെ നിറച്ച് ടാങ്കർ നിൽക്കുക. എവിടെയെങ്കിലും ഒരു തീ പിടിച്ചാലേ അവർക്ക് ജോലിയുള്ളൂ. ഇല്ല ഇങ്ങനെ നിന്ന് ബോറടിക്കും. അപ്പം തീയിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ സ്വയരക്ഷ ഉറപ്പുവരുത്തണം. ഫയർഫോഴ്സിനെ കുറിച്ചൊരു കംപ്ലൈൻ്റ് ഉള്ളത്, പേരെ കത്തുന്നു എന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ കത്തി തീർന്നു കഴിഞ്ഞാൽ വരുകൊള്ളെന്നൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കംപ്ലൈൻറ്റ്. കാരണം അവർക്ക് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രക്ഷാപ്രവർത്തനം അതൊരു വലിയ ജോലിയാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാം. ഏത് തീയിൽ നിന്ന്? മദ്യപാനത്തിൻ്റെ തീയിൽ നിന്ന്, മയക്കുമരുന്നിൻ്റെ തീയിൽ നിന്ന്, വ്യഭിചാരത്തിൻ്റെ തീയിൽ നിന്ന്. പിന്നെയുള്ളതെല്ലാം പൊതുവെ പറയാൻ കൊള്ളാത്ത വാക്കുകളാണ്. ചിലരെ എല്ലാവരും ഒന്നും പറ്റുകയില്ല. ചിലരെ തീയിൽ നിന്ന്. ഇന്നത്തെ സന്ദേശം ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നു. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവാൻ ഞാൻ എന്നാൽ ആവോളം ചെയ്യുമെന്ന് ഒരു തീരുമാനമെടുത്തേ. കഴിഞ്ഞ ദിവസം 2 സഹോദരന്മാരെന്നെ കാണാൻ വന്നു. ഈ ഡ്രഗ് അഡിക്ട്സിൻ്റെ ഭീകരമായ അടിമത്തത്തിൽ നിന്ന് ചിലരെ രക്ഷിക്കേണ്ടതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അവരെന്നോട് ചോദിക്കുന്നത്. ഞാൻ അവരുമായിട്ട് ഒരുമിച്ച് എൻ്റെ വീടിൻ്റെ സ്വീകരണ മുറിയിലിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആരെങ്കിലും തയ്യാറാകുന്നെങ്കിൽ
നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പരിചയത്തിൽപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ അടിമപ്പെട്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് അറിയിക്കുക, ഞങ്ങളെ പറ്റുന്നത് ചെയ്യാം. പിതാവേ, കരുണ ചെയ്യണമേ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ.